250 താഴെ ഇറച്ചിക്ക് വരും. കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി കുറച്ച് റൈറ്റ്. ചൂട് പൊറോട്ട, മുട്ടക്കറി. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ ആളെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ആള് പറയണേ പേടി മാറി. ഇവിടെ മൊത്തം ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. ഈ നിൽക്കുന്ന കൊങ്കൻ കാള കേട്ടോ 35,000 രൂപയ്ക്ക് വിറ്റു പെരുന്നാളായിട്ട്. ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവർക്കും ലത്തി വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ, അതായത് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കന്നുകാലി മാർക്കറ്റ് ആയിട്ടുള്ള മാർക്കറ്റിന്റെ തൊട്ട് മുന്നിലാണ്. അതിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലുള്ളത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള അൻവറാണ്. അൻവറും ഞാനും കൂടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആക്ച്വലി നമ്മൾ ഈ ഒരു മാർക്കറ്റിന്റെ എക്സൈറ്റ്മെന്റിൽ, അതായത് ഈ ഒരു മാർക്കറ്റിന്റെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇൻട്രോ പറയാൻ മറന്നു പോയിട്ടാ. ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അൻവർ പറയുന്നത് ഇൻട്രോ പറഞ്ഞിട്ടില്ലാന്ന്. അപ്പൊ നമ്മൾ നേരെ ഇൻട്രോ പറഞ്ഞാണ്ട് അവിടെ പോകാന്നുള്ളത്. വന്ന ടൈമിൽ അത്ര തിരക്കൊന്നുമില്ല. ഇനിയിപ്പോ നല്ല തിരക്കുണ്ട്, മൊത്തം ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ ഇനി അവിടെ പോകാം. അങ്ങോട്ട് എത്തുന്നില്ല സത്യത്തിന്. അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നേരെ വീഡിയോക്ക് പോകാം. ഞാൻ കന്നുകാലി അസോസിയേഷന്റെ റിസീവറാണ്. അതെ, എന്റെ പേരെന്തായിരുന്നു? പേര് ഉമ്മർ. ഉമ്മർ. എത്ര വർഷമായി? 3.5 വർഷം. 3.5 വർഷം. നിങ്ങൾ ഏതാ? അതെങ്ങനെയാണ് പോയിക്കോട്ടെ. 3.5 വർഷമായിട്ടുണ്ട്. ഇവിടെ എത്ര ഇപ്പൊ ഏകദേശം എത്ര ഇതുണ്ടാവും ഇപ്പൊ? വളരെ കുറവാണ് പ്രാവശ്യമൊക്കെ. പ്രാവശ്യം കുറവാണെന്നാ പറയുന്നത്. ഭയങ്കര കുറവാണ്. അതെ, ഇത് കുറവാന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഇത് വാണിയംകുളം ചന്ത എന്ന് പറഞ്ഞാൽ ആനച്ചന്തയാണ്. വാണിയംകുളം ചന്ത എന്ന് അറിയപ്പെടുന്നതിന് ആനച്ചന്താണ്. ആനച്ചന്തയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ ആദ്യം പണ്ട് കാലത്ത്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ആന, കുതിര, എല്ലാ ഐറ്റംസും കിട്ടുന്ന സ്ഥലം അതാണ് ചന്ത. 100-150 വർഷമായിട്ട് പഴക്കമുള്ളതാണ്. 350 വർഷം പഴക്കമുള്ള ചന്തയാണ്. വാണിയംകുളം ഇതേ സ്ഥലത്ത്. ഇപ്പൊ സൗകര്യം കുറച്ച് കമ്മിയാണ്, അത്രേ ഉള്ളൂ. ആനല്ല. ആനയും കുതിര കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ കാളകളെ എല്ലാ ഐറ്റംസും, പശു ഉണ്ടാ, കറവ് മാടുണ്ട്, പോത്ത്, നാട് വളർത്ത് പോത്തും കുട്ടികള്. ആട് ബുധനാഴ്ച അല്ല ചൊവ്വാഴ്ച വൈകുന്നേരം 3:30 മണി മുതൽ 9 മണി വരെ ആട്. പിന്നെ ബുധനും വ്യാഴവും കന്നുകാലി ചന്ത. വളർത്തുമാട്, കറവുമാട്. ഇവിടെ അയ്യോ ഒന്നും പോത്തുകളിൽ തന്നെ ഒരു 93 ഐറ്റം, മൂരികളിൽ ഒരു 50-55 ഐറ്റം ഉണ്ട്. പശുക്കളിൽ അതേമാതിരി നമുക്ക് ഏകദേശം എല്ലാ ആൾക്കാർക്കും അറിയുന്ന തന്നെ ഒരു 45-50 ഐറ്റം പശുക്കൾ തന്നെ ഉണ്ടാവും. ആന്ധ്ര, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത്, അങ്ങനെയുള്ള തമിഴ്നാട്, കേരളം. തമിഴ്നാട് മര്യാദക്ക് വരുന്നുണ്ട്. 14 ജില്ലയിലും പോകുന്നുണ്ട്. വാണിയംകുളം ചന്തയിൽ നിന്ന് എല്ലാ ജില്ലയിലേക്കും പോകുന്നുണ്ട്. എല്ലാ ജില്ലയിലുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട്. അതിന് എത്ര മണി വരെ ഉണ്ടാവും ഇത്? മാക്സിമം 12 മണി. 12 മണിയാകുമ്പോൾ 12 അത്ര തന്നെ. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു കന്നുകാലി ചന്തയായിട്ടുള്ള പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ള ഈ ഒരു ചന്തയിലാണുള്ളത്. അതായത് വാണിയംകുളം ചന്തയിലാണുള്ളത്. 1.25 ഇതിന് ചോദിച്ചത്. ഇത് ആന്ധ്ര. ഇതൊക്കെ ഈ കാളൊക്കെ അതിന് ചോദ്യം 1.25. ഇതിന്റെ പേരെന്തായിരുന്നു? ഇത് ആന്ധ്രക്കാളാന്ന് പറയും. ഉടക്കാത്ത മുരികളാണ്. ഇതെല്ലാം ആന്ധ്രയിൽ നിന്ന് ഇന്ന് പിന്നെ ഇത് എത്ര മണി മുതൽ? രാവിലെ 7 മണി 6 മണി മുതൽ സ്റ്റാർട്ടിങ് അല്ലേ. ഇനി ഒരു 12 മണി 1 മണി വരെ ഇവിടെ ഉണ്ടാവും. 1 മണി വരെ. ഞാൻ 2 കാള സാധനം എടുക്കാൻ വന്നതാണോ? എടുക്കാൻ വന്നതാണ്. അവിടെ നമുക്കെന്താ പരിപാടി? എന്താ? ബീഫിന്റെ പരിപാടിയാണ്. ബീഫിന്റെ പരിപാടി. പെരുന്നാളിന് സ്പെഷ്യൽ ആയിട്ട് എടുക്കാൻ വന്നല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട് ചന്ത? എങ്ങനെയുണ്ട്? നിലവാരമുള്ള ചന്ത. നല്ല സാധനം ഉണ്ട്. ഇതുവരെ നല്ല വില ആയിരുന്നു. അതെ, ഇപ്പൊ കുറവുണ്ട്, റേറ്റ് കുറവുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ സാധനം എടുത്തോ? രാവിലെ എത്തിയോ? എടുത്തു. രാവിലെ എത്തി 5 മണിക്കൂടെ എത്തി. സാധനം എടുക്കുന്നതിന്റെ തിരക്കിലാണ്. നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ പോവാം. ഒരുപാട് ഇതുണ്ട് കേട്ടോ കന്നുകാലികള്. 1 ഏക്കർ സ്ഥലത്താണ് ഈ ഒരു കന്നുകാലി ചന്ത സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. ഇത് മുന്നേ 3 ഏക്കറിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ കുറെ ബിൽഡിങ് കാര്യങ്ങളെല്ലാം വന്നതായതുകൊണ്ട് കന്നുകാലിന്റെ ഈ ഒരു ചന്തന്റെ
ഡിസ്റ്റൻസ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനി കുറച്ചും കൂടി ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ മൊത്തം ഒരു സൈഡിലൊക്കെ ബിൽഡിങ്ങും അതേപോലത്തെ ബാത്റൂമും അങ്ങനെ കുറെ സൗകര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ ഇതിന്റെ ഇടയിൽ കൂടി ഒന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മളെ കുത്തൊന്നും ചെയ്യരുതിട്ടാ. ഇല്ല വേണ്ട, ചെറിയ കുട്ടി കന്നുകാലികളാണ് ഈ ഒരു ഭാഗത്തെല്ലാം ഉള്ളത്. ഈ കാളയൊക്കെ 5 ലക്ഷം ഉറുപ്പ്യ എന്നാ തരും. അയാള് പറഞ്ഞ 8 ലക്ഷമാണ്. പക്ഷെ മര്യാദ കിട്ടിയാ കൊടുക്കും അയാള്. കാളകളാണ്. ഇതിവിടെ നാട്ടിൽ നിന്ന് കയറി വന്ന ജേഴ്സി എന്ന് പറയാ, ഏതിൽ വേണമെങ്കിലും ഉൾപ്പെടുത്താം. പക്ഷെ ഒരാൾക്ക് അറക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അറക്കേണ്ട വന്നാണ്. ഏറ്റവും വലിയ ഇതാണിപ്പോ ഈ ഒരു ചന്തയിലുള്ള ഏറ്റവും വലിയ കാള കേട്ടോ. അതായത് ജേഴ്സി അല്ലേ, ജേഴ്സി കാള എന്നാണ് പറയുന്നത്. ജേഴ്സി കാള എന്ന് പറയുന്നത് ഇത് കുറച്ച് ഇതാണോ? രണ്ട് കച്ചറൊന്നുമില്ല, ഏത് കുട്ടികൾക്കും കൊണ്ടു നടക്കാം. വലിപ്പം തന്നെ ഉള്ളൂ അല്ലേ? വലിപ്പം തന്നെ ഉള്ളൂ. ഇത് ഏതായിട്ടോ? നാട്ടിലുള്ള ഇതൊരു 500 ഇറച്ചി വെറ്റ് 150 കിലോ വരും. രണ്ട് കളറായിട്ട്, രണ്ട് കളറ്. കളർ മാറ്റുള്ളൂ. ഇവിടെ ചെറുതും വലുതുമായിട്ട് ഒരുപാട് കാളകളും പോത്തുകളും ഒക്കെ മുരികളും എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ കാളകൾ അങ്ങനെ നിരത്തി നിർത്തിയിട്ടുണ്ട്. എന്ത് ഭംഗിയാണ്. അവിടെ നിന്ന് അതിൻ്റെ അകത്തുനിന്ന് മുരികൾ അങ്ങോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. ഇത് മുറയുണ്ടെന്നാ തോന്നുന്നു. ഇവിടെ കാള അത്യാവശ്യം വലിയ പോത്തുകളാണുള്ളത്. ഈ കാക്ക പോത്ത് വാങ്ങാൻ വന്നതാണ്, വാങ്ങിച്ചിട്ടുണ്ട്. അത് ആ കാക്കിയാ തന്നെ കൊണ്ടുപോകണേ. കോഴിക്കോട് തിരുവമ്പാടി എന്ന് വന്നാ കേട്ടോ. കൊണ്ടുപോകല്ലേ? എത്ര എണ്ണം വാങ്ങിച്ച്? ഒരു 10-15 വാങ്ങി. ലാഭം ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ, കാണാം. ശരി ശരി. നമ്മളിതിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് ഇങ്ങനെ പോകണ്ട കേട്ടോ. ഇവിടെ അടിപൊളി ഒരു കുട്ടന്താ. നമ്മളിത് ഈ രണ്ട് കാളന്റെ ഇടയിൽ കൂടിയാണ് പോകട്ടോ. കുറച്ച് ടാസ്ക് ആണ്. ഹായ് ബ്രോ, ഇത് ഏതായിട്ടോ? ഐറ്റം അറിയില്ല. ഏകദേശം എത്ര കിൻഡൽ ഉണ്ട് എന്നുള്ളത് അറിയില്ല. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ആള്. I am from Tamil Nadu. Male or females are available. Get my name is Madesh. Madesh from തമിഴ്നാട്. തമിഴ്നാട് സേലത്ത് നിന്ന് കൊടുന്നതാണ്. മാദേശും മാദേശിന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് ഒക്കെ. ഇതെന്താ റേറ്റ് പറഞ്ഞത്? 30,000 ആണ് ഇതിന് വരുന്നത് റേറ്റ്. ഏത്? ഇത് 15,000 ഉള്ളൂ എന്നാണ് പറയുന്നത്. അവന് യൂട്യൂബ് ആയതുകൊണ്ട് കുറച്ച് കൂടി പറയാൻ തോന്നുന്നു. അപ്പൊ ചെറിയ ചെറിയ കന്നുകാലികളും ഉണ്ട്, അത്യാവശ്യം വലിയ കന്നുകാലികളൊക്കെ. കച്ചവടം അങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നോക്കാം കച്ചവടത്തിന്റെ അതിന്റെ ഇടയിൽ കൂടി തലദേശിലും നടക്കുന്നുണ്ട്. സ്ഥിരം വരുന്ന കച്ചവടക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ഇതിന് റേറ്റ് വരുന്നത് 25,000 ആണ് ഇവര് പറയുന്ന പ്രൈസ്. നിങ്ങൾ എവിടെയാണ്? കോയൽമന്തോ. ഇവിടെ തന്നെ ഉള്ള ആളാണ് കേട്ടോ. നല്ല ഭംഗി. 2.25 പറഞ്ഞിട്ട് 25,000 കൊടുക്കാന്നാ പറയുന്നത്. കച്ചവടം അവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ സ്ഥലത്ത് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ റെഡ് ഷർട്ട് ഇട്ട് വരരുത് കേട്ടോ. അതൊരു ടാസ്ക്കാണ്. ഇതിന്റെ ഷർട്ട് ഒരു വിഷയമാണ്. നിങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെ പെട്ടി ഇവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട്. സ്റ്റേഡിയത്തിന്റെ ബാക്കിൽ കുറേ കാളകളുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഫുള്ള് കാളകൾ മാത്രമാണ്. നമ്മൾ വന്ന ടൈമിൽ ഇവിടെ അത്യാവശ്യം ഉണ്ട്. നമുക്ക് വേണ്ടി കയറാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ തിരക്ക് കഴിഞ്ഞതിന് ശേഷം കയറാമെന്നുള്ളത്. ഇവിടുത്തെ കച്ചവടമൊക്കെ ഒരുവിധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹായ് ബ്രോ. പഴയ പ്രവാസി, ഇത് പുതിയ പ്രവാസി. പെരുന്നാളിന് സാധനം എടുക്കാൻ വന്നല്ലോ. എന്താണ് എടുക്കുന്നത്? പേരെന്തായിരുന്നു? സെറ്റ് ആയിട്ടില്ല.
വാണിയംകുളം മാർക്കറ്റിൻ്റെ മെയിൻ ഭാഗങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കച്ചവടം കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു മാർക്കറ്റ് കാണാത്തവർ എന്തായാലും ഇവിടെ വന്നൊന്ന് വിസിറ്റ് ചെയ്യുക. ഈ ഒരു ഫീൽഡിനോട് ടച്ച് ഉള്ളവർ ഒരുവിധം ഈ ഫീൽഡിലുള്ളവർ ഒരുവിധം എല്ലാവരും വന്നിട്ടുണ്ടാവും. കാണാത്തവരുണ്ട് തന്നെ വന്ന് നോക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മാർക്കറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അടിപൊളിയാണ്, സെറ്റപ്പാണ്. കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റാണെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇനി നേരെ നമ്മൾ ഫ്രണ്ടിൽ പോയിട്ട് പോത്ത് അതേപോലെ തന്നെ പശു അങ്ങനത്തെ ഇതെല്ലാം ഉള്ള ഒരു ഇതും കൂടി ഉണ്ട്. അതും കൂടി നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. എന്താ റേറ്റ്? ഓണർ പോയിട്ടുണ്ട്. അതേ മൂപ്പര് അസിസ്റ്റൻ്റാണ്. ഓണർ എവിടേക്ക് പോയിട്ടുണ്ട്, റേറ്റ് അറിയില്ല. കച്ചവടം നടക്കട്ടെ. 28,000 ആണ് ഈ സാധനം. അടിപൊളി. എങ്ങനെയുണ്ട്? ഒന്നേ ഉള്ളൂ. ഈ ഒരു ഭാഗത്ത് ഫുള്ള് കാളകളാണ്. ഇതെന്താ റേറ്റ്? എന്താ റേറ്റ്? മൂപ്പരത് പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ക്യാഷിൻ്റെ എമൗണ്ട് എത്രയാണ്? 30 കൊടുക്കണേ. 30-നാണ് കൊടുക്കുന്നത്. 65 അത് ശരിയായോ? ആയിട്ടില്ല. 35,000 ഈ കുട്ടൻ്റെ വില. സാധാ വില എന്ന് പറഞ്ഞാൽ 26-27 ഉറുപ്പിന് 35,000 വിറ്റു പെരുന്നാളായിട്ട്. കിലോ 400 ഉറുപ്പിൻ്റെ മേലെ മുട്ടിയിട്ടുണ്ട് ഈ കുട്ടൻ വാങ്ങിയത് കേട്ടോ. നിങ്ങളതാണത്? വലുത് എടുക്കണോ? എല്ലാവരും എല്ലാ കച്ചവടക്കാരും ചത്തു. എല്ലാവരും ചത്തു. ഇത് ചാവില്ല. നിങ്ങൾ മാത്രം 2 ലക്ഷം വില പറയുന്നത് ഇതിന്. അവിടെ ഇതിന് ഇവിടെ എത്ര? ഇവിടെ നമ്മളിപ്പോൾ പറയുന്നത് 190 പറയുന്നത്. 190 കൊടുക്കുന്ന സാധനമാണ്. നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. പർച്ചേസ് ചെയ്യലും അതേപോലെ തന്നെ ഈ ബാർഗൈൻ ചെയ്യലൊക്കെ ഒരു കലയുണ്ട് സത്യം പറഞ്ഞാൽ. അത് നമ്മളിങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇങ്ങനെ ലേലം വിളിക്കുന്നതൊക്കെ കാണാനൊക്കെ നല്ല രസമാണ്. ഇവിടെ അടിപൊളി ഒരു കാണാനുണ്ട്. ഒന്നല്ല, ഒരുപാട് കാണാനുണ്ട് ഈ ഒരു ഭാഗം. ഇനി നമുക്ക് ഇതിൻ്റെ നേരെ അപ്പുറം പോകട്ടെ. ഈ റോഡിൻ്റെ അപ്പുറത്തുമുണ്ട്. നമ്മൾ ഒരു സൈഡ് മാത്രമേ ഇപ്പോൾ കവർ ചെയ്തിട്ടുള്ളൂ. ഈ കുറച്ചും കൂടി ആണ് പോയി കഴിഞ്ഞാൽ റോഡിൻ്റെ ആ സൈഡിലോട്ട് നമ്മൾ ഈ ഭാഗത്തൊക്കെ കവർ ചെയ്യും. എല്ലാം സാധനം വാങ്ങിക്കാൻ വന്നിട്ട് എവിടെ സ്ഥലം? വടക്കഞ്ചേരി. പാലക്കാട് വടക്കഞ്ചേരി. സാധനം മേടിച്ചോ? വാങ്ങിച്ചോ? എത്ര? ഞങ്ങൾ 10-15 മേടിച്ചു. അതെ, ഓക്കെ. കിട്ടിയില്ല വരണ്ട. മൂരാളെടുത്ത് പോയിക്കോ എന്തെങ്കിലും കിട്ടണമെങ്കിൽ അവിടെ വാങ്ങും. മൂരികൾ നല്ല കുത്തുന്നാണ് പറയുന്നത്. ഈ ഭാഗത്ത് ചെറിയ ചെറിയ കുട്ടികളാണ് കേട്ടോ അധികം സെയിൽ വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു കുട്ടി കച്ചവടക്കാരനുണ്ട്. എന്താ പേര് ബ്രോ? ഷാഫി. എന്താണ് സ്ഥലത്തിൽ? കറുവത്തൂർ. ഇപ്പോൾ +2 കഴിഞ്ഞതാണ് ആൾ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കണ്ടതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു സംഭവമാണ് കേട്ടത്. ഈ ഒരു ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഒരു ചെറിയൊരു ബിസിനസ്സുകാരനും കൂടി അവർ മെയിൻ ആൾക്കാരെല്ലാം ഉണ്ട് അവരുടെ കൂടെ പാർട്ട്ണറായിട്ട്. അതായത് ഇവർ എന്താ പറയുക വർക്കായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. രാവിലെ വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെയൊക്കെ ചെറിയ കുട്ടികളാണ് കേട്ടോ. ഈ ഭാഗത്തേക്ക് കാണാണ്ട് വരുന്നതോടും കുട്ടികളാണ്. അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് വലിയ വലിയ പോത്തുകളെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കാം ഇതിൻ്റെയൊക്കെ റേറ്റ് എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചു നോക്കാം. നമ്മൾ പറയുന്ന റേറ്റ് ആണെന്ന് തോന്നുന്നില്ലേ? നമ്മൾ പറയും അത്രേ ഉള്ളൂ. അതാണ് മഴ ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. ഒരു കണക്കിന് മഴ ഇല്ലാത്തത് നന്നായി. നമ്മൾ വീഡിയോ എടുക്കുന്ന ടൈമിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ പോയി വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. മഴ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കൽ കുറച്ച് ടാസ്ക്കാണ്. ഈ തെലങ്കാനക്കാരെ ഇത് പുള്ളിൻ്റെ കസിനാണ്. ഇവരിവിടെ എത്ര വർഷമായി? 20 വർഷം. അപ്പം എത്ര വയസ്സായി? അതെ. അപ്പോൾ 20 വർഷമായിട്ട് അവരിവിടെ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. അത്യാവശ്യം വലിയ മാർക്കറ്റാണ്. അത്യാവശ്യം നല്ല കച്ചവടം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർ നാട്ടിൽ ബഡാ പാർട്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവര് ബഡാ പാർട്ടി. ഇവർക്ക് മലയാളം അറിയില്ലാന്ന് തോന്നുന്നു. മലയാളമാണ്. നമ്മളിവിടെ നിൽക്കുമ്പോൾ സെയിലായതാണ്ടത്. നല്ല മുറ ഐറ്റം പോത്തുകളുണ്ട് കണ്ടോ. എല്ലാം മുറ പോത്ത്. സ്റ്റാർട്ടിങ് 60 വരുന്നത് ഈ മുറ ഐറ്റം പോത്തുകൾ. ഇത് എവിടുന്നാണ് വരുന്നത്?
UP നിന്ന് വരുന്നതാണ് കേട്ടത്. കേട്ടോ ഫ്രണ്ടിലേക്ക് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി കുറച്ച് റേറ്റ് കുറഞ്ഞ സാധനങ്ങളുണ്ട് എന്നാണ് നമുക്ക് ഇവിടുന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഈ ഭാഗത്തല്ലതാ ചെറിയ ചെറിയ കുട്ടികളുണ്ടല്ലേ, നല്ല ഭംഗിയുള്ള കുട്ടികൾ. എന്ത് ഭംഗിയാണ്. $25,000 മുതലാണ് ഈ ഒരു ഐറ്റം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമുക്ക് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്യാവശ്യം നല്ല പോത്താണ്, നല്ല എന്താ പറയുക അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് സാധനം കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഈ ഒരു പ്രൈസിൽ കൂടുതലാണ് ഇനി മറ്റുള്ള മാർക്കറ്റിലെല്ലാം വരുന്നതെന്നാണ് ഇവരിവിടുന്ന് പറയുന്നത്. പിന്നെ അതേപോലെ നമ്മൾ ഇവിടുന്ന് കുറേ നമ്മളെ എന്താ പറയുക വാങ്ങിക്കാൻ വന്നവർ, അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ റേറ്റ് ഉണ്ട്, പിന്നെ പെരുന്നാളായിട്ടാണെന്ന് തോന്നുന്നതെന്ന് പറഞ്ഞ്, പിന്നെ റേറ്റ് കുറവാണെന്നും പറയുന്നുണ്ട്, ചിലവർ പറയുന്നുണ്ട് കൂടിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ സീസണായിട്ടാവും ചിലപ്പോൾ, സീസണിലല്ല ഇവർക്ക് കുറച്ച് ഒരു കച്ചവടമൊക്കെ ഉണ്ടാവുള്ളൂ. ഇവിടെ ഇപ്പോൾ ചന്ത വില കുറവാണ്. ഇവര് പറയും പെരുന്നാളായിട്ട് ഏറ്റവും വലിയ വില കൂട്ടിയിരിക്കണമെന്നുള്ളത്. ഇവിടെ ഏറ്റവും വില കുറവ് 250 ഉറുപ്പിക താഴെ ഇറച്ചിക്ക് വരുള്ളൂ. അത് ആ ചെക്കനാണ് ആ വില കൂടുതൽ വരാല് ആ പോണ. ഇവർ ഇത് കൂടെ 10-12 വില വരുള്ളൂ. വലിയ വലിയ പോത്തി 3 കിണ്ടൽ 3.5 കിണ്ടലുള്ള പോത്തി 70-75 ആ 70-75 ഉറുപ്പിക വരും. ഇവർ കൽപ്പിച്ചോട്ട് വില കൂട്ടി വിൽക്കുകയാണ്. ആണ്ടറിൻ്റെ എല്ലാം ചെയ്ത്. അപ്പോൾ ഇവിടെ കൂളരൊക്കെ മടങ്ങിപ്പോയി. നാടൻ പോത്തോളം വാങ്ങി അവരൊക്കെ തടി ഉരുകിക്കണം. അത് പറഞ്ഞാൽ കൊടിഞ്ഞ അസി അയാളാണ് സംസാരിക്കുന്നത്. ഇതെല്ലാം മുറ ഐറ്റംസ് ആണ് വരുന്നത്. രാജസ്ഥാൻ, ഒഡീസ, പഞ്ചാബ് അങ്ങനത്തെ സ്ഥലത്തു നിന്നെല്ലാം വരുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ റേറ്റ് എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചിട്ട് കറക്റ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഒന്ന് ഇറക്കിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഏതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്? പോത്തുകൾ ഏതാണ്? മുറയാണോ? എവിടെ നിന്നാണ്? ഒഡീസയിൽ നിന്ന്. ഒഡീസയിൽ നിന്ന് എത്ര ടൈം പിടിക്കും ഇങ്ങോട്ട് എത്താൻ? 3 ദിവസം പിടിക്കും. ഇന്ന് രാവിലെ അവിടെ എത്തിയില്ലേ? അപ്പോൾ സ്ഥിരം വരുന്നതാണ്. എത്ര വർഷമായി? 30 വർഷമായി ചെയ്യാൻ തുടങ്ങിയിട്ട്. എൻ്റെ പേരെന്തായിരുന്നു? ശിവകുമാർ. എവിടെ? നാടെവിടെ? പാലക്കാട്ടുകാരനാണ് അല്ലേ? അടിപൊളി. എങ്ങനെയുണ്ട് ഈ 30 വർഷത്തിൻ്റെ ഒരു കച്ചവടം? പൊളിയാണ് അല്ലേ? സെറ്റ്. ഇപ്പം എല്ലാവരും രാജൻ്റെ ലുക്ക് ഉണ്ടിട്ട് ഞങ്ങൾ. ശാന്തകുമാരി എന്ന് പറഞ്ഞ ചേച്ചി ഈ ഒരു കാളയുടെ ഇടയിൽ കച്ചവടം ചെയ്യുന്നുണ്ട്. ചായയാണ്. ചായ മാത്രമേ ഉള്ളൂ. ചായ മാത്രമേ ഉള്ളൂ ചേച്ചി? ആ അങ്ങനത്തെ എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. ഈ ഒരു ഇതിൻ്റെ ഇടയിലാണ് ചന്തൻ്റെ ഉള്ളിലുള്ള. ചന്ത കാണാൻ വന്നാണ് എൻ്റെ കൂടെ. ആളെ ചന്തം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടൊക്കെ കുച്ചു കൂടിയിട്ട് കോടാന്ന് പറഞ്ഞ ഐറ്റം കേട്ടത്. അതാണ് ഇപ്പോൾ ഇവർ ഇവിടുന്ന് പറഞ്ഞത്. കുറച്ച് ഡീസൻ്റാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആൾ ഭയങ്കര ക്യൂട്ടായിട്ട് നല്ലതില്ലേ? നല്ലതുണ്ട്. സൈലൻ്റാണ് ആൾ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഒരു വലിപ്പത്തിൻ്റെ ഉള്ളൂ. അങ്ങനെ അലമ്പൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. നമ്മളിവിടെ കുറേ നേരം നിന്നിട്ടൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ അപ്പുറം ചെറിയതല്ല ഉള്ളത്, അത്യാവശ്യം നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാനും പറ്റിയിട്ടില്ല. ഇനി ഇത് കണ്ടോ, ചില ആളെല്ലാം മുകളിൽ ഇതേപോലെയൊക്കെ ഓരോന്ന് സംഭവങ്ങളെല്ലാം ചെയ്തു വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് അന്വേഷണം പറഞ്ഞത്, ഓരോ വീടുകളിൽ ഓരോരോ പൂജകളും അതേപോലെ തന്നെ അവർ നല്ല ഭംഗിയാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കച്ചവടമൊക്കെ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ചെയ്താണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ കളറെല്ലാം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകളിലെല്ലാം കളറെല്ലാം ചെയ്തിട്ട് അടിപൊളി കാളയാണ്. എന്താ റേറ്റ് എങ്ങനെ? ഇതിന് വരുന്നത് 1.80 വരുന്നത്. വാങ്ങിക്കാൻ വന്നാണോ? എവിടുന്നാ? എങ്ങനെയുണ്ട് കച്ചവടം? ഇപ്പം എത്തിയിട്ടുള്ളൂ. നമുക്കൊന്ന് അങ്ങോട്ട് പോകേണ്ടിയിരുന്നു. ഭാഗ്യത്തിന് ഇന്ന് മഴ ഇല്ലാത്ത കേട്ടാ. മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടി ഒന്നും പോകാൻ പറ്റുന്നുണ്ടാവില്ല. ഫുള്ള് ചളിപിളിയാണ് ഇവിടെ സത്യത്തിൽ. അപ്പോൾ ഒന്ന് മാറുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നാണ്ട് പോവുമായിരുന്നു. ഹലോ ഓ ഷോ, ഇതിൻ്റെ ബാക്കിൽ കൂടെ നമ്മളിങ്ങനെ പാസ് ചെയ്യുന്നു. ഇവരെ അറിയാതെ നമ്മളിങ്ങനെ പോവുക കേട്ടോ. സത്യത്തിൽ ജീവൻ പണം വെച്ചിട്ടുള്ളതാണ്. ഇക്കാൻ്റെ പേരെന്തായിരുന്നു? ദാമോദരൻ. എത്ര വർഷമായി? ഞാൻ 1986 വന്നാ. 86. എവിടെ സ്ഥലം? എവിടെ? പത്തിരിപ്പാലയിലുള്ളതാണ്. 1984 കച്ചവടം തുടങ്ങിയതാണ് കേട്ടോ. അടിപൊളി സെറ്റ്. കാണാം. ഇതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ അങ്ങോട്ട് പോകും കേട്ടോ. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്പർ വാങ്ങണ്ട. ഇതിലെല്ലാം ഉണ്ട് കേട്ടോ. ഇതേതാ? കർണാടകയിൽ നിന്ന്. നിങ്ങളെവിടെ? പാലക്കാട്ടുകാർ. എന്താ പേരെന്താ? നൗഷാദ്. എങ്ങനെ റേറ്റ് എങ്ങനെ? 90 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കാളകളാണ് ഈ നിർത്തിയിട്ടുള്ളത് കേട്ടോ. ഇത് ഏതാ ഐറ്റം? ഏതാ പറഞ്ഞത്? കൊക്കി മുരികൾ. നേരത്തെ അവിടെ കണ്ട അതേ തന്നെ അല്ലേ?
ഇതെല്ലാം ഒരുമിച്ചാണ്. എപ്പോൾ എത്തി? ഒരു അരമണിക്കൂർ. അതെ, എങ്ങനെയുണ്ട്? സ്റ്റാർട്ട് ആവുന്നുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. ആ ഹലോ, ഇതിൻ്റെ കച്ചവടമൊക്കെ ഇവിടെ എങ്ങനെ നടക്കുന്നത്? അതാ ഇതാണ് മാനേജർ. ഇതാണ് മാനേജർ എന്ന് പറഞ്ഞത്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റേ ഇതാണ്. ഇവിടെ ആരോ പറഞ്ഞു ബെല്ലാരി രാജ. ഇതൊരു ബെല്ലാരി രാജ എന്ന് പറയുന്നത്. അത് എല്ലാവരും ബെല്ലാരിയാ. ഒരാള് കൂട്ടിക്കൊണ്ടു. എന്താ പേരെന്തായിരുന്നു? സുരേഷ്. ഷിയാബ്. എത്ര വർഷമായി? 35 വർഷമായി ഈ ഒരു മാർക്കറ്റിൽ അല്ലേ? ഇവിടുന്ന് സാധനം കൊണ്ടുവരികയാണോ എടുക്കുകയാണോ? കൊണ്ടുവരികയാണ്. എവിടുന്നാ കൊണ്ടുവരുന്നത്? ആന്ധ്ര, ഒറീസ, മഹാരാഷ്ട്ര. ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ഏത് സ്ഥലത്തു നിന്നുള്ള കാളകളാണ്? അത് ഒറീസയിൽ നടക്കുന്നുണ്ട്, മഹാരാഷ്ട്രത്തിൽ. ശരിക്കും മെയിൻ ഞാനാണെന്ന്. പേരെന്തായിരുന്നു? സുനിൽ ഷെട്ടി. നല്ല വൈബ്. പിന്നെ നമ്മള് ഇതിന്റെ ആൾ തന്നെയാണ്. പേരെന്തായിരുന്നു? മൻസൂർ. എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട്? നിങ്ങൾ ഇവിടെ സാധനം കൊടുന്ന് വിൽക്കുകയാണോ അല്ല കൊണ്ടുപോകണോ? ഒന്നും പറയാൻ ഇപ്പൊ അങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാലാണ് മൂവ് ആവൂല്ലേ? ആൾക്കാർക്ക് വാങ്ങണോ വാങ്ങണ്ടേ, ഞങ്ങൾ വിൽക്കണോ വിൽക്കണ്ടേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. തീരുമാനമായിട്ടില്ല. തീരുമാനമാവില്ല കുറച്ച് കഴിഞ്ഞാൽ. അല്ല, പെരുന്നാളിന്റെ ഈ സീസൺ എങ്ങനെയുണ്ട് പൊതുവെ? അടിപൊളിയാണല്ലേ? ഇപ്പൊ വന്നിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ഈ ഇതിന്റെ എങ്ങനെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്? സ്റ്റാർട്ടിങ് എങ്ങനെ? റേറ്റ് എങ്ങനെ സ്റ്റാർട്ടിങ്? 55 മേനി അതാ പറയുന്നുണ്ട്, അതാ 5.45 മേനി പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ വരുന്നത്. ഈ ഒരു ഐറ്റത്തിന്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ നിൽക്കുന്നത് കൊങ്കൻ കാള കേട്ടോ. ഇതെല്ലാം പുറത്തുനിന്ന് വന്നതാണ്. ഇതിങ്ങനെ ഒരുപാടുണ്ട്, നല്ല ഭംഗിയിട്ട് കാണാൻ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. വരിയിൽ നിർത്തി ഈ ഒരു കാളേൻ്റെ ഈ ഒരു ഭാഗത്താണ്. ഇത് മൊത്തം ആ ഒരു ഐറ്റംസ് ആണ്. മൊത്തത്തിൽ എന്താ പറയുക, ഈ കയറൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പുള്ളിക്കാരനൊക്കെയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ ധൈര്യത്തിന് പുള്ളിക്കാരനെ വിളിച്ചതാണ്. ഇവരെ സ്ഥലം വരുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് കൊണ്ടുവന്നത് ഇത്. മഹാരാഷ്ട്രയിൽ നിന്ന് കൊണ്ടുവന്നാട്ടത്. അപ്പോൾ ഇത് വലിയ ഈ കാഴ്ചയിലുള്ളത് തന്നെ ഉള്ളൂ. പക്ഷേ വല്ലാതെ അലമ്പൊന്നും കേട്ടോ. പക്ഷെ ഇതിനെക്കാട്ടി അലമ്പുള്ള കുറച്ച് പച്ചറുള്ള കുറച്ച് ടീമുകളൊക്കെ അപ്പുറം ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഡീസൻ്റാണ്. പേരെന്താ? ഞാൻ സൽമാനാണ് ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അങ്ങനെയായിട്ട് പോകണ്ട കേട്ടോ. ഇതിന് കുറച്ച് അലമ്പാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിൽ കൂടെ പോട്ടെ, ഇതിൽ കൂടെ പോവാം. ഒന്നും വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. അൻവർ പറഞ്ഞ മാതിരി ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വന്നിട്ട് കുറച്ച് ധൈര്യമൊക്കെ വന്നിട്ടുണ്ട്. ഇത് എവിടുന്നാ? ഇത് നിങ്ങൾ വാങ്ങിക്കാൻ വന്നതാണോ? വാങ്ങിച്ചു കൊണ്ടുപോവാണ്. വാങ്ങിച്ചു കൊണ്ടുപോകില്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇത് വാങ്ങിച്ചു കൊണ്ടുപോയി കേട്ടോ. തീരുമാനമായിട്ടില്ല. അത് 15 കൊല്ലമായി ചന്തേനെ. ഇത് എവിടുന്നാ കൊണ്ടുവരുന്നത്? സേലത്ത് നിന്ന് വരികയാണ് അല്ലേ? എത്ര കൊടുത്തിട്ടുണ്ടെന്ന്? 15 കൊടുത്തിട്ടുണ്ട്. ഇതല്ല അല്ലേ നിങ്ങളതാണ്? അവർ രാവിലെ പോകുന്നുണ്ടല്ലോ അവിടുന്ന്. എന്താ റേറ്റ് എങ്ങനെയാ ഇപ്പോൾ? ഇന്നലെ രാത്രി പോകുന്നു. ആ പുലർച്ചെ പോകുന്നുണ്ടാവും അല്ലേ? അല്ല, എന്താ റേറ്റ് എങ്ങനെ? റേറ്റ് ഒന്നും ഇത് ചെയ്യുന്നില്ല കേട്ടോ. എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട് അൻവറാണ് കേട്ടോ. ഞാനും അൻവറും കൂടിയാണ് രാവിലെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അൻവറിൻ്റെ ഇതിൻ്റെ ഈ ഫസ്റ്റ് ഉണ്ട് കയറി വന്നപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. എനിക്കും ചെറിയ പേടിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആളെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ആൾ പറയണേ പേടി മാറിയെന്ന്. എങ്ങനെയുണ്ട്? ഇതാ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം കണ്ടാൽ ശരിക്കും നിങ്ങൾക്ക് പേടിയാവും. ഇത്രയും അധികം കന്നുകാലികളുടെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള കുറച്ച് കുത്തുന്ന ടൈപ്പ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളോട് അങ്ങോട്ട് ഒന്ന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തുണ്ട് ഇങ്ങനെ നിൽക്കുക. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതല്ല സത്യത്തിൽ കുടിക്കാനാണ്. നമുക്ക് അങ്ങോട്ടൊക്കെ പോകണം. ഇവിടെ കച്ചവടമൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു അവരുടെ അടുത്ത് പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചോദിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും നമ്മളെ കൊണ്ട് എന്താ പറയുക, അവരെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ട്. നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പശുക്കളെ ഇടയിൽ കൂടി അങ്ങോട്ട് പാസ് ചെയ്യാം കേട്ടോ. ഇവിടെ ഒരുപാട് ആളിങ്ങനെ നിരനിരയായി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ ഒരാളുണ്ട് കേട്ടോ, ഈ പശുവിൻ്റെ ഒക്കെ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റ് എങ്ങനെയാണ്, ഏതേ ഐറ്റം ഒക്കെ ഉണ്ട് എന്നുള്ളത് പുള്ളിനോട് ചോദിച്ചു നോക്കാം. ഇത് കേട്ടോ, ഇവിടെ കണ്ടില്ല ഇതിൻ്റെ രസമല്ലേ കാണാൻ? ഇങ്ങനെ നിർത്തിയിരുന്നു.
ഒരുപാടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇത്രയും പശുക്കളെ ഈ ഒരു മൂരി എന്താ പറയുക ഈ കാളകളെ ഇതൊക്കെ ആദ്യമായിട്ടാണ് ഇത്ര അധികം കാണുന്നത് കേട്ടോ. ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് പശുക്കളാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഓണർ ഇതിൻ്റെ അപ്പുറം ഉണ്ട് തന്നെ പശുക്കളൊക്കെ. ഹായ് ബ്രോ, ഹായ്. അപ്പോൾ അതാ ഞങ്ങളൊന്ന് ഇതിൽ കൂടിയാണ് പോയിക്കോട്ടെ, ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇവിടെ മൊത്തം ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ആ ഇക്ക എന്താ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും, പറഞ്ഞു നിർത്തുന്നു. ഇന്ന് നല്ല വിലയാണ് വലിയ മൂരികൾക്കൊക്കെ. ഇന്ന് പൈക്കളൊക്കെ വില കുറവാണ്. പൈക്കള് വില കുറവാണ്. ഇത് സാധനം എടുക്കാൻ വന്നതാണ്. ഞങ്ങൾ പെരുമ്പിലാവ് അടുത്തുനിന്നാണ് വരുന്നത്. പെരുമ്പിലാവ് ചന്തയുടെ അടുത്ത് 3 കിലോമീറ്റർ അപ്പുറം. നിങ്ങൾക്ക് എന്താ പരിപാടി? അറിവിന്റെ ആവശ്യത്തിന് ഇതിന് കുറച്ച് ജഗലാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ചളിയാണ്, ഇത് കൂടാണ്ട് തോല് കുറച്ച് ടാസ്ക്കാണ്. ചളിയല്ല, ഇവിടെ ഒരു ചരലിട്ടതാണ്. ഇവിടെ കുറച്ചുകൂടി ഒക്കെ കഴിഞ്ഞാൽ നല്ല അടിപൊളിയാവും. ഇവിടെ മൊത്തം കോൺക്രീറ്റ് ചെയ്യുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ 2 ആളെ കൊടുന്ന് കെട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ നിന്നിട്ട് വീഡിയോ എടുത്തിന്. ഹായ് ബൈ. ഇതെവിടുന്നാ? ആന്ധ്രയിൽ നിന്ന്. ഇവർ ആന്ധ്രയിൽ നിന്ന് വന്ന ആൾക്കാരാണ് കേട്ടോ. ആന്ധ്രക്കാരാണ്, നമ്മളെ കേരളക്കാരല്ല. ആന്ധ്രയിൽ നിന്ന് വന്നു. ഇങ്ങനെ നിരനിരയായി നിർത്തിയ കാണാൻ എന്ത് ഭംഗിയാണ്. ഓരോന്നും ഓരോ കളറുള്ള ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ബാക്കിൽ അതേമാതിരി വലിപ്പം കുറഞ്ഞ ഒരു സൈഡിലായിട്ട് നിർത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓരോരോ കാറ്റഗറിയിൽ പെടുന്ന സംഭവങ്ങളെല്ലാം ആ ഒരു ബേസിലായി നിർത്തിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടൊക്കെ ഈ മുറ പൊത്തുകളൊക്കെയാണ് ആ ഒരു സൈഡിൽ വരുന്നത്. ഇത് അധികം വരുന്നത് ഈ ഒരു ഭാഗത്ത് വരുന്നത് കാളകളൊക്കെയാണ്. ആന്ധ്രയിൽ നിന്ന് കന്നുകാലിയായിട്ട് വരുന്ന ഒരു ട്രക്കിൻ്റെ, അതായത് ഒരു ലോറീൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ഇതിൽ കൊണ്ടുവരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള ഒരു ലോറിയാണ്. അതേപോലെ തന്നെ ഇതിന് താഴെ ഇതിന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് ചകിരിച്ചോറ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല സേഫായിട്ടാണ് ഇവരിത് കൊണ്ടുവന്നത് കേട്ടോ. പിന്നെ മേലെ അതേപോലെ പിന്നെ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള സ്പേസാണ്. പിന്നെ ഈ ചൂട് അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഒരു സംഭവം. നമ്മൾ നേരത്തെ കണ്ട ട്രക്കില്ലേ, ആ ഒരു ലോറി, അതിൽ നിന്ന് കന്നുകാലികളൊക്കെ ഇറക്കിയതായിരുന്നു. ഇറക്കുന്ന മുന്നുള്ള കാഴ്ച ഉണ്ടത് ഈ കന്നുകാലികളൊക്കെ ഈ ലോറിയിൽ കൊണ്ടുവതാണ്. ശരിക്കൊരു തൊഴുത്തിൻ്റെ അകത്തേക്ക് കയറിയ പോലെ ഉണ്ട്. ആന്ധ്രയിൽ നിന്ന് വന്നു കേട്ടത്. ഒരു സാധനം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സെയിലായിട്ട് ഇറക്കണം. ഓരോന്നിങ്ങനെ സെയിലായിട്ട് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അപ്പുറം പോയി നോക്കാം. അവരെ കച്ചവടങ്ങളും അവരെ പരിപാടികളൊക്കെ നടക്കട്ടെ. വീഡിയോ എടുത്ത് ടയർഡായിട്ടാണ്, വിശന്നിരിക്കുക. അപ്പോൾ നല്ല മുട്ടക്കറി, നല്ല പൊറാട്ട, ചൂട് പൊറാട്ട, മുട്ടക്കറി, ചായ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഫ്രണ്ട് നല്ല ഇട്ടാണ് നൂൽപുട്ട്, ഇടിയപ്പം, മുട്ടക്കറി. ഹായ്, എങ്ങനെയുണ്ട്? പൊളി. അപ്പം ഞാനൊന്ന് കഴിച്ചോ പറ്റട്ടെ. പൊറാട്ട മുട്ടക്കറി. ചന്തന്റെ തൊട്ടടുത്തുള്ള ഹോട്ടലാണ്. അടിപൊളി, നല്ല രസമുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. ഇടിയപ്പം കിട്ടുന്നതിൻ്റെ ഇടയിൽ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ഡിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ തട്ടുകടയിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചിട്ടുള്ളതിന്. അടിപൊളി ഭക്ഷണം, നല്ല ചൂടുള്ള നല്ല പൊറാട്ടി, നല്ല മുട്ടക്കറി ആയിരുന്നു കഴിച്ച്. ഇതാ നല്ല സർവീസ് വരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടമായി. ഈ ഒരു വാണിയംകുളം അങ്ങാടിയിൽ നിന്ന് ഇങ്ങോട്ട് നേരെ ഈ നമ്മൾ ഒരു മാർക്കറ്റിലേക്ക് വരില്ല, ഈ ഒരു കന്നുകാലി മാർക്കറ്റിലേക്ക് വരുന്ന സൈഡിൽ തന്നെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലുള്ള കേട്ടോ. അവിടുത്തെ ഇവിടെ വരുമ്പോൾ അപ്പൊ നമ്മൾ ഈ ഒരു കന്നുകാലി മാർക്കറ്റിലേക്ക് പോണതിന്റെ സൈഡിലായിട്ട് തന്നെ ഈ കത്തികള്, അതേപോലെ കൊട, പിന്നെ മുണ്ട്, അങ്ങനത്തെ കുറെ കച്ചവടക്കാരുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണമെന്നുണ്ട് ഇവിടുന്ന് വാങ്ങാൻ പറ്റുന്നതാണ്. നല്ല റേറ്റ് കുറഞ്ഞിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടുന്ന്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൽ പെടുന്നുള്ളതിന് മുണ്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ചളിയൊക്കെ ആയി കഴിഞ്ഞാൽ. പിന്നെ അതേപോലെ തന്നെ ഈ കത്തികള്, മടാള്, അതേപോലെ തന്നെ കൈക്കൂട്ട്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതിൽ കൂടെയാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ. ഈ ഒരു പശുവിന്റെ പോത്തുകളൊക്കെ ഈ ഒരു ഭാഗത്താണ്. പോത്ത് മാത്രമാണ് ഈ ഒരു ഭാഗത്തുള്ളത് എന്നാണ് നമ്മളിവിടെ അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ വന്നപ്പോൾ ടൈമിൽ അത്യാവശ്യം വെളിച്ചൊക്കെ വരാൻ തുടങ്ങി വന്നിട്ടുണ്ട്, ലൈറ്റൊക്കെ ആയിട്ടുണ്ട്.
നമ്മൾ രാവിലെ വന്നത് കുറച്ച് നേരത്തെ ആയിരുന്നു, അതുകൊണ്ട് അവിടെ ഭയങ്കര ക്രൗഡ് ആയിരുന്നു. നമ്മൾ വീഡിയോ എടുക്കലൊക്കെ ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ. നിന്ന് തിരിയാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ പോലെ. ഇതാണ് പോത്തിൻ്റെത്. മുറാപ്പോത്തുള്ള ഈ ഒരു ഭാഗത്താണ് വരുന്നതെന്ന് പറഞ്ഞു. കൂടുതൽ വരുന്നത് റേറ്റ് കുറഞ്ഞിട്ടും കൂടിയതും എല്ലാ ഐറ്റം സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ രാവിലെ എടുത്തത് അവിടെ ഉണ്ടാ. അവിടുത്തെ തിരക്ക് ഒരുവിധം തീർന്നിട്ടുണ്ട്. ഇപ്പം എല്ലാവരും ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തതാ എന്നാ റേറ്റ്? 170 ഒരു മുറ പോത്താണ് ഇട്ടത്. അടിപൊളി 450 kg ഉള്ള മുറ പോത്ത് എന്നത് കുത്തൂലല്ലോ. അപ്പൊ നിങ്ങൾക്ക് വലിയ പോത്തും അതേപോലെ തന്നെ ചെറിയ കുട്ടി പോത്തുകളും എല്ലാം ഉണ്ട്. ചെറിയ പോത്തുകൾ ഇതാ അവിടെ ഉണ്ട് കേട്ടോ. ഒരു വലിയ പോത്ത് ഉണ്ടോ? ആ ഒരു ഇതിലുണ്ട് വലിയൊരു പോത്ത്. ബ്രോ അതെന്താ റേറ്റ് പറഞ്ഞേ? 32.5 പോത്തും കുട്ടികളാണ് കേട്ടോ. 32 പോത്തും കുട്ടികളാണ് ഈ കാണുന്നത് തന്നെ. ഇവിടെ അതേപോലെ തന്നെ ഒരു വലിയൊരു പോത്തുണ്ട് കേട്ടോ. ഇതിന് എത്രയെന്ന് ചോദിച്ചു കേട്ടോ. ഇതെന്താ റേറ്റ് പറഞ്ഞേ? 150 ആട്ടത്. ഇന്നത്തെ നിലവാരം എങ്ങനെയുണ്ട്? നിലവാരം നമ്പ മോശമാണ്. ഇന്ന് ലാസ്റ്റ് ചന്തയിട്ടേ വലിയ പോത്ത് ചോദിക്കാൻ ആളില്ല. വലിയ പോത്തിന് ആളില്ല. ഇത് 1.5 കൊടുക്കാറിഞ്ഞ് 1.5 കൊടുക്കാന്ന് പറഞ്ഞിട്ടും ആളില്ല എന്നാണ് പറയുന്നത്. അത്യാവശ്യം വലിയ എത്ര കിൻഡലുണ്ട്? 3 കിൻഡല്. 3 കിൻഡലുള്ള പോത്താണ്ടത്. മാർക്കറ്റൊക്കെ ചൂടാണ്, നല്ല ചൂടാണ്. അത് കമ്മിയില്ല. കച്ചവടം ഉഷാറാണ്. കണ്ടമാനം ആളുണ്ട്. ചെറിയ ഊഴലുണ്ട്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഈക്ക എറണാകുളത്ത് നിന്ന് വന്നാൽ കേട്ടോ. സാധനം മേടിക്കുക, അവിടെ കൊണ്ടുപോയി വിൽക്കുക. അതാണ് ഈക്കൻ്റെ ബിസിനസ്. എത്ര വർഷമായി? ഞാനൊരു 8 വർഷം. 8 വർഷമായി. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പോത്ത് മാത്രമാണോ? കാളകളുണ്ടോ? പോത്ത് മാത്രമാണ് ചെയ്യുന്നത്. ചെറുതിനെ കൊണ്ടുപോകലാണോ വലുത് മേടിക്കുകയാണോ? 120 പേപ്പർ ആ ഒരു ഇതിലുള്ളതില്ല. അപ്പൊ തന്നെ പെട്ടെന്ന് സെയിലാവുമല്ലോ. നാട്ടിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ആളാണ്. അത്യാവശ്യം നല്ല കച്ചവടം ഉണ്ട്. മാഷാ അല്ലാഹ്. നടക്കട്ടെ, പരിപാടി എടുക്കട്ടെ, കാണാട്ടാ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പെരുന്നാളുള്ള ആൾക്കാരും പുറത്തേക്ക് ഇറങ്ങില്ലോണ്ട് അല്ലാതെ കുറവാണ്, ആള് കുറവാണ്. കഴിഞ്ഞു. ആ ഇപ്പൊ ചെറിയതേ ഉള്ളൂ. കുട്ടികളുണ്ട് ഇല്ല? കുട്ടികൾ എത്ര? 25,000 സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല സാധനങ്ങളുണ്ട് അല്ലേ? ഏതൊക്കെ വെറൈറ്റി ഇവിടെ വരുന്നത്? പല വെറൈറ്റി ഉണ്ട്. ഇവിടെ മുറുണ്ട്, ജാഫറാബാദ് ഉണ്ട്, പല ഐറ്റം കുട്ടികൾ വരുന്നുണ്ട്. ഇത് ക്രോസ് അല്ല? ആന്ധ്ര കുട്ടികളുണ്ട്, തമിഴ്നാട് കുട്ടികളുണ്ട്. ക്രോസ് അല്ലേ? ഇത് നമ്മൾ വീട്ടിലൊക്കെ കൊണ്ട് വളർത്തിയിട്ട് വലുതാക്കുന്നതാണോ? അങ്ങനെയും ചെയ്യല്ലേ ഇത്? അതെ. നമ്മളിതാ വാണിയംകുളം മാർക്കറ്റിൽ പോത്തിന് കച്ചവടം ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇതിന് 95 പറയുന്നത്. അടിപൊളി സാധനമാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് സാധനങ്ങളും കിട്ടും. എത്ര റേറ്റിനാന്നിട്ട് റേറ്റ് കൂടിയതും റേറ്റ് കുറഞ്ഞതും എല്ലാ സാധനങ്ങളുണ്ട്. ഈ വരണം എൻ്റെ കൂടെ അവിടെ വരണം. എന്നിട്ട് എൻ്റെ കമ്പനി ആയി തോന്നുന്നത്. അകത്ത് കുറേ പോത്തുകളുണ്ട്. അതും മുറ പോത്തുകളൊക്കെ ഉണ്ട്. നമുക്കവിടെ കുറച്ച് വെറൈറ്റി നല്ല അത്യാവശ്യം നല്ല വലിയ സൈസായിട്ടുള്ള പോത്തുകളുണ്ട്. കാണിച്ചു തരാം. ഇവിടെയൊക്കെ റേറ്റ് കുറവാണ് സംഭവം. ഇതിപ്പോൾ കച്ചവടം ആവുന്ന തോന്നുന്നു കേട്ടോ. അതിന് സെറ്റായ മാതിരി വെക്കുന്നുണ്ട്. പുള്ളി കയ്യിലൊക്കെ കൊണ്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ കയറ് കൊണ്ട് കൈ പിടിപ്പിക്കലാണ് ഇതിൻ്റെ കച്ചവടത്തിൻ്റെ ഒരു കുട്ടൻസും തോന്നുന്നു. മാഷാ അല്ലാഹ്. അത് കച്ചവടമായിട്ടോ.
കച്ചവടമില്ലേ? കച്ചവടമായിക്കൊണ്ടിരിക്കുന്നത്. ചെലവുണ്ട്. ഏയ് പൊളിച്ച്. ഒരു കയറ് ഇവിടെയും പിടിപ്പിക്കണ്ട്, ഒരു കയറ് അവിടെയും പിടിപ്പിക്കണ്ട്. ആര് കൊണ്ടുപോയത്? അവിടെ നടക്കുന്നുണ്ട് കച്ചവടം, ഇങ്ങനെ തകൃതിയിൽ നടക്കുന്നുണ്ട്. ഏതായാലും അവരെ പരിപാടി അടയ്ക്കും. നമ്മൾ അപ്പുറമൊക്കെ പോവാം. ഇതാണ് കച്ചവടം. ഇങ്ങനെയാണ് ഇവിടെ കച്ചവടം നടക്കുന്നത്. നമ്മളങ്ങനെ ഒരു കച്ചവടം കണ്ടിട്ടോ, ലൈവായിട്ടൊരു കച്ചവടം കണ്ടു. ഇതൊക്കെ അത്യാവശ്യം നല്ല സൈസുള്ള പൊട്ടുകളാണ്. നമുക്കെന്താ പറയുക, ഇഷ്ടപ്പെട്ട പൊട്ടുകൾ എന്ന് പറഞ്ഞ പോലെ നല്ല ഭംഗിയില്ല, നല്ല പൂർണ്ണ പൊട്ടുകൾ. ആ ഇക്കാക്ക സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എത്രയ്ക്ക് വാങ്ങിച്ചിക്ക? അവരെത്രയ്ക്ക് വാങ്ങിച്ച്? 1.5 വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ആ പോത്തിന് 1.5 പോത്തിന് ഞാൻ കാണിച്ചു തരാം. അത് കൊണ്ടുപോകണേ. അത് സെയിലായി. ഓക്കെ, സെറ്റ്. നമ്മൾ ലൈവായിട്ടൊരു കച്ചവടം കണ്ടിട്ടോ. ഒരുപാട് കച്ചവടം ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ലൈവായിട്ട് കാണുന്നത് ആദ്യമായിട്ട് ഈ ഒരു സംഭവമാണ് കേട്ടോ, ഈ ഒരു പോത്തിന് കേട്ടോ. 40 രൂപ. 2 പാടങ്ങൾ 60 കൊണ്ട് 68 ഇത് രണ്ടും കൂടി 68 കൊണ്ടുപോകാൻ പറയും. അത് അധികം അമ്മാവില്ല കേട്ടോ. ഇല്ല സെറ്റായില്ല, ഇപ്പൊ തന്നെ സെറ്റായില്ല. സെറ്റായ പിന്നെ കഥയില്ല. അവരെന്നെ തല്ലില്ലേ? $71 1000 കയ്യിൽ ഇതൊക്കെ വരുന്നതൊക്കെ നാടകം. ആന്ധ്രക്കൊന്നും ഇവിടുത്തെ വരവില്ല. ഈ ഭാഗത്തുള്ള മുഴുവൻ അങ്ങനെയാ. ഇത് മുഴുവൻ നാടകങ്ങളാണ്. ഞങ്ങൾ വീട്ടിൽ വളർത്തുന്ന പോത്തുകളാ. ഞങ്ങൾ അതിനെ ഒരു 400 രൂപയായിട്ട് കൊടുക്കണേ. ഇതിൽ 400 400 രൂപയാണ് കിലോ. ഇതിപ്പോ എത്ര കിലോ ഉണ്ടാവും? ഇതൊക്കെ ഒരു 300 കിലോ ഉണ്ടാവും. 300 കിലോ ഉണ്ടാവും. ഇത് വീട്ടിൽ വളർത്തിയതാ? ഞങ്ങൾ വീട്ടിൽ വളർത്തിയത്. വില കൂടുതൽ, ഇന്ന് കുറച്ച് കൂടുതലാണ്. ഇന്ന് പൊതുവെ എല്ലാവരും പറയുന്നത് കൂടുതലാണെന്നുള്ളത്. അപ്പൊ പെരുന്നാളായിട്ടാവും. ഇന്നത്തെ കഴിഞ്ഞ് നാളേക്ക് വില കുറയും. നാളേക്ക് കുറയും. നാളെ കുറയും. അതെന്താ കാരണം? അതെന്താ കാരണം പറയാം, പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ ആർക്കും വേണ്ട. പിന്നെ ഞങ്ങളുടെ 60 മാത്രമേ മേടിക്കുള്ളൂ. അതെ. എന്താ പേര്? ഷമീർ. ഇക്കാന്റെ പോത്ത് ആനക്കുട്ടിയാണെന്ന് പറയുന്നത് കേട്ടോ. ഇത് എത്ര ഇഞ്ചിലാണ്? 200 കിലോ ഉള്ള പോത്താണ്. മുറല്ലേ ഇത്? ഇത് എവിടുന്നാ? ഇപ്പൊ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകല്ലേ, വാങ്ങിച്ചു കൊണ്ടുപോകല്ലേ പെരുന്നാളിന്? ഓക്കെ. എന്താ റേറ്റ് ആയി? 70,000 ആയിട്ടുള്ളൂ. അതെ, അത്യാവശ്യം വലിയതാണല്ലേ. ഈ ഒരു കാലിച്ചന്തയിലേക്ക് വരാൻ നിങ്ങൾ ട്രെയിനിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനും എടുത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്, നിങ്ങൾ ഏത് ഭാഗത്തു നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക. അങ്ങനെ അവിടെ നിന്ന് വേണ്ടി ബസ് കിട്ടും. അതല്ല നിങ്ങൾ വണ്ടിയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ എങ്ങോട്ട് എത്താൻ പറ്റുന്നതാണ്. ഇത് വരുന്നത് വാണിയംകുളം മാർക്കറ്റാണ്. അപ്പം വാണിയംകുളം ഈ ഒരു കാലിച്ചന്തൻ്റെ മാർക്കറ്റിൻ്റെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇങ്ങനത്തെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് എല്ലാം കാണാനും അതേപോലെ തന്നെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അറിയാനും വേണ്ടിയിട്ട് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ, ബൈ.